പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാം. ജില്ലാ പോലീസ് മേധാവിയുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ റിജു ആന്റണി ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഏതെങ്കിലും തരത്തിൽ അയാൾക്കൊരു വലിയ കുറ്റബോധം ഉള്ളതായി തോന്നുന്നില്ല. അയാളെ പിടികൂടി പോലീസ് ഇപ്പോൾ അതാ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാടിനെ ഞെട്ടിച്ച ഒരു കവർച്ചാ കേസാണെന്ന് തന്നെ പറയാം. നാട് ഞെട്ടാനുള്ള കാരണം അതിന്റെ വളരെ സുഗമമായി വളരെ ഈസിയായി പൂവറിക്കുന്ന ലാഘവത്തോടെ അയാൾ നടത്തിയ മോഷണമാണ്. താന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. കേരള പോലീസിന്റെ ടീം വർക്കാണ്. ടീം വർക്കിന്റെ വിജയമാണ്. കേരള പോലീസിന്റെ ടീം വർക്കിന്റെ വിജയമാണ്. കേരള പോലീസിന്റെ ടീം വർക്കാണ്. എന്താ കട ഉണ്ടായിരുന്നോ? അവിടെ ബ്രീഫ് ചെയ്യാം. കടമുണ്ടാകുന്ന സൂര്യ ചോദിച്ചു നോക്കി, പക്ഷേ അയാൾ മിണ്ടിയില്ല. അയാളൊന്നും പറഞ്ഞില്ല. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങൾ അങ്ങോട്ട് അതായത് ഹാഷ്മി ഡിവൈഎസ്പി ഓഫീസിലെത്തി കാണാം എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. സാർ എന്നാലും ഒരു മിനിറ്റ് സാർ, എന്താ സാർ ഇതിലേക്ക് നയിച്ച മോട്ടീവ് എന്തായിരുന്നു? അത് മാത്രം പോലീസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു കേസ്. തീർച്ചയായിട്ടും ഞാൻ അവിടെ നിന്ന് ബ്രീഫ് ചെയ്യാം. അത് തന്നെയാണ് ഹാഷ്മി. അതായത് പോലീസ് പറയുന്ന SP പറയുന്നത് നമ്മുടെ വാഹനമടക്കം സജ്ജീകരിക്കേണ്ടതുണ്ട്. ഹാഷ്മി ഒരു മിനിറ്റ്. ഹാഷ്മി റെഡിയോ അവിടെ റിജു ആന്റണിയെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. നമുക്ക് ആ വാഹനത്തിന് പിന്നാലെ ഒരുപക്ഷെ സൂര്യന് പോകണം. അതുകൊണ്ടാണ് റിജു ആന്റണി എന്ന് പറയുന്ന ഈ പറയുന്ന രീതിയിൽ നാട് ഞെട്ടാൻ കാരണമുള്ള കവർച്ച എന്ന് പറഞ്ഞാൽ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ഇത്ര എളുപ്പത്തിൽ ബാങ്ക് കവർച്ച എന്നുള്ളത് കേരള ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിരിക്കും. 3 മിനിറ്റ് കൊണ്ട് ആയത്തിന് ലളിതമായി സുഗമമായി തന്നെ ബാങ്ക് കവർച്ച നടത്തിയ ആളാണ് തായിരിക്കുന്ന മഹാൻ റിജു ആന്റണി എന്നാണ് പേര്. അയാൾ പണം മോഷ്ടിച്ചത് എന്തിനാണ്? ഇയാളുടെ ധൂർത്ത ജീവിതത്തിലൂടെ ഉണ്ടായ കടം വീട്ടാനാണ് റിജു ആന്റണി ആ പണം മോഷ്ടിച്ച് 15 ലക്ഷം രൂപ ബാങ്കിൽ കയറി മോഷ്ടിച്ചെന്ന് മനസ്സിലാക്കാൻ. അയാളുടെ മുഖത്തൊരു കുറ്റബോധം ഉണ്ടോ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. നേരത്തെ ഇറക്കൊണ്ടു വന്നപ്പോൾ ഒരു കൂസല്ലായ്മ തോന്നിയെങ്കിൽ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. എന്തായാലും പോലീസ് ദീർഘനേരം ചോദ്യം ചെയ്തതിൻ്റെ ഒരു പരീക്ഷണത മുഖത്ത് കാണാനുണ്ട്. പോലീസ് വളരെ തന്ത്രപൂർവ്വമാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് വളരെ സാങ്കേതികപരമായി ഇയാളുടെ ഫോൺ നമ്പറിലേക്ക് എത്തുകയും ആ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഇയാളുടെ ഫോൺ നമ്പരും ഇയാളിട്ട ഒരു വസ്ത്രം ഒക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണത്തിലേക്ക് കൃത്യമായി തന്നെ എത്തിയത്. കഴിഞ്ഞ 36 മണിക്കൂറായി ഇയാൾ കാണാമറിയത്ത് തന്നെയായിരുന്നു. ഇയാൾ ബാങ്ക് കവർച്ചയ്ക്ക് ഉപയോഗിച്ച ആ സ്കൂട്ടർ അടക്കം ഇയാളുടെ വീടിന് മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. അതിൽ ആ സ്കൂട്ടറിൽ ഇയാൾ നമ്പർ പ്ലേറ്റ്, ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി സ്ക്രൂ ഇട്ടതിൻ്റെ ആ 2 ഹോൾസ് അടക്കം നേരെ സുരക്ഷ നമ്മളെ കാണിച്ചു തന്നിരുന്നു. 24 അവിടെയുണ്ട്, ഈ വീട്ടിലുണ്ട്. പ്രതിയോട് വലിയ കടമുണ്ടോ ചേട്ടാ എന്ന് സൂര്യൻ ചോദിച്ചു നോക്കി, പക്ഷേ ആ പ്രതിയൊന്നും മിണ്ടിയില്ല. പോലീസ് അവിടെ എത്തിയതിനു ശേഷം ബ്രീഫ് നടത്താം, അല്ലെങ്കിൽ ബ്രീഫ് കാര്യങ്ങൾ കൂടുതൽ പറയാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്.